മുഖ്യമന്ത്രി എ.കെ. ആന്റണിക്ക് പോലും നൽകാൻ കഴിയാതിരുന്ന മാറാടേക്ക് ചങ്കൂറ്റത്തോടെ കടന്നു ചെന്നവനാണ് ഞാൻ. പത്രസമ്മേളനത്തിൽ മൈക്കിന് മുന്നിലിരുന്ന് പിണറായി വിജയൻ ഈ അവകാശവാദം മുഴക്കുമ്പോൾ അദ്ദേഹം കരുതി കാണില്ല, നിമിഷങ്ങൾക്കുള്ളിൽ തന്റെ ഈ വീരകഥ ഒരു വൻ ദുരന്തമായി മാറുമെന്ന്. പഴയ കാര്യങ്ങൾ പൊടുപ്പും തൊങ്ങലും വെച്ച് എഴുന്നള്ളിച്ച മുഖ്യമന്ത്രിയുടെ പച്ചക്കള്ളം മാതൃഭൂമി ന്യൂസ് ചർച്ചയിലൂടെ ലോകം കണ്ടു. ചങ്കൂറ്റമല്ല, മറിച്ച് അന്ന് മാറാട്ട സ്ത്രീകൾ പിണറായിയും സംഘത്തെയും അടിച്ചു പുറത്താക്കുകയായിരുന്നു എന്ന സത്യം തെളിവുകൾ സഹിതം പുറത്തു വന്നിരിക്കുന്നു. ഇരട്ടച്ചങ്കന്റെ മാറാട് പുരാണം എങ്ങനെയാണ് പൊളിഞ്ഞത് എന്ന് നമുക്ക് നോക്കാം. തിരഞ്ഞെടുപ്പ് കാലത്ത് തന്റെ ഇമേജ് വർദ്ധിപ്പിക്കാനാണ് പിണറായി പഴയ മാറാട് സംഭവം ആയുധമാക്കിയത്. ആന്റണി പേടിച്ചു മാറി നിന്നപ്പോൾ പാർട്ടി സെക്രട്ടറി എന്ന നിലയിൽ താൻ അവിടെ ചെന്ന് ജനങ്ങളെ ആശ്വസിപ്പിച്ചു എന്നാണ് വാദം. എന്നാൽ മാതൃഭൂമി ന്യൂസ് ചർച്ചയിൽ അവതാരകൻ അഭിലാഷ് മോഹൻ പുറത്തുവിട്ടത് 2003 മെയ് മാസത്തിലെ മാതൃഭൂമി പത്രത്തിന്റെ 1-ാം പേജിലെ വാർത്തയാണ്. വാർത്ത ഇതായിരുന്നു: പിണറായിയെയും സംഘത്തെയും സ്ത്രീകൾ തടഞ്ഞു, തിരിച്ചയച്ചു. മാറാട് കലാപത്തിൽ പരിക്കേറ്റ ദാസനെ കാണാൻ മെഡിക്കൽ കോളേജിലെത്തിയ പിണറായി വിജയൻ, പി.കെ. ശ്രീമതി എന്നിവരെ സ്ത്രീകൾ വളയുകയും ആട്ടിയോടിക്കുകയും ചെയ്തു. ആശ്വസിപ്പിക്കാൻ ചെന്ന നേതാവിനെയല്ല, മറിച്ച് ജനങ്ങൾ അടിച്ചു പുറത്താക്കിയ ഒരു രാഷ്ട്രീയക്കാരനെയാണ് ആ പത്രത്താളുകളിൽ കാണാൻ കഴിയുന്നത്. ഈ കള്ളം വെളിച്ചത്ത് കൊണ്ടുവരാൻ അവതാരകൻ അന്ന് ആ വാർത്ത റിപ്പോർട്ട് ചെയ്ത ലേഖകനെ തന്നെ ലൈവിൽ വിളിച്ചു വരുത്തുക കൂടി ചെയ്തു. അദ്ദേഹം പറഞ്ഞ കാര്യങ്ങൾ പിണറായിയുടെ അവകാശങ്ങൾക്ക് ഏറ്റ കനത്ത പ്രഹരമായിരുന്നു. ഇങ്ങോട്ട് വരണ്ട എന്ന് ആക്രോശിച്ചുകൊണ്ട് സ്ത്രീകൾ പിണറായിയെ തടയുന്നതും നിൽക്കക്കളിയില്ലാതെ പിണറായിക്കും സംഘത്തിനും മടങ്ങേണ്ടി വന്നതും അദ്ദേഹം വിശദീകരിക്കുകയായിരുന്നു. തന്റെ പഴയ കഥകൾ പറയുമ്പോൾ ആരും പത്രവാർത്തകൾ പരിശോധിക്കാറില്ല എന്ന് മുഖ്യമന്ത്രി കരുതിപ്പോയി. മാറാട്ടെ ആ മണ്ണിൽ പിണറായിക്ക് ലഭിച്ചത് സ്വീകരണമല്ല, മറിച്ച് ജനരോക്ഷത്തിന്റെ കൈപ്പേറിയ അനുഭവമായിരുന്നു എന്ന് ഇതോടെ വ്യക്തമായി. കടക്കുപുറത്ത് എന്ന പിണറായിയോട് ജനമാണ് പറഞ്ഞതെന്ന് ഇതിലൂടെ മനസ്സിലായി. ഈ വാർത്ത പുറത്തു വന്നതോടെ സോഷ്യൽ മീഡിയയിൽ പിണറായി വിജയൻ വലിയ പരിഹാസത്തിന് ഇരയാവുകയാണ്. മാസാകാൻ നോക്കിയാൽ ഒന്നുമല്ലാതായി പിണറായി എന്നാണ് പലരും ഇതിനെ വിശേഷിപ്പിക്കുന്നത്. ഇരട്ടച്ചങ്കൻ എന്നത് വെറും PR വർക്ക് മാത്രമാണെന്നും പ്രതിസന്ധി ഘട്ടങ്ങളിൽ ജനങ്ങൾ അദ്ദേഹത്തെ എങ്ങനെ കൈകാര്യം ചെയ്തു എന്നതിനും ഇതിനും വലിയ തെളിവ് വേറെ വേണ്ട എന്നും വിമർശനങ്ങൾ ഉയരുന്നു. താൻ മാറാട് പോയി എന്ന് പറയുന്നത് ശരിയാണ്, പക്ഷേ ചെന്നപ്പോൾ അടി കിട്ടി ഓടേണ്ടി വന്നു എന്നത് പിണറായി പത്രസമ്മേളനത്തിൽ സൗകര്യപൂർവ്വം മറച്ചുവെച്ചു. പിണറായി വിജയനെ പൊളിച്ചടക്കിയാൽ നമുക്ക് ആ വീഡിയോയിലേക്ക് പോകാം. എ.കെ. ആന്റണി അങ്ങോട്ട് പോകുമ്പോൾ കുഞ്ഞാലിക്കുട്ടിയെ കൂടെ കൂട്ടിയില്ല. ഇവരുടെ അനുവാദം വാങ്ങിക്കൊണ്ട് പോകുന്ന അവസ്ഥയാണ് ഉണ്ടായത്. എന്താണത് കാണിക്കുന്നത്? അതിൻ്റെ മറ്റൊരു ഭാഗം ഞാൻ നിങ്ങളെ ഓർമ്മിപ്പിക്കുക. അന്ന് ഞാൻ ഒരു പാർട്ടിയുടെ ഭാരവാഹിയായി പ്രവർത്തിക്കുന്ന കാലമാണല്ലോ. ഞാൻ അവിടെ പോയിരുന്നു. ആരുടെ അനുമതി വാങ്ങിയിട്ടല്ല അവിടെ പോയത്. അവിടെ പോയി ആളുകളെ കണ്ടു, കാര്യങ്ങൾ സംസാരിച്ചു, തിരിച്ചു വരികയും ചെയ്തു. അവിടെ പോയി സംസാരിച്ച് തിരിച്ചു വന്നു എന്ന് മുഖ്യമന്ത്രി പറയുമ്പോൾ 2003 മെയ് മാസം 5-ാം തീയതിയുടെ മാതൃഭൂമി പത്രത്തിന്റെ 1-ാം പേജിലെ ഹെഡ്ലൈൻ മാറാട്ട് പിണറായിയെയും സംഘത്തെയും തടഞ്ഞു എന്നാണ്. മാറാട് വെട്ടേറ്റു മരിച്ചവരുടെ വീടുകൾ സന്ദർശിക്കാനെത്തിയ CPM സംസ്ഥാന സെക്രട്ടറി പിണറായി വിജയനെയും സംഘത്തെയും ഒരു വിഭാഗം ആളുകൾ തടഞ്ഞു. അക്രമത്തിൽ കൊല്ലപ്പെട്ട ആവിത്താൻപുറയിൽ ദാസന്റെ വീട്ടിലെത്തിയപ്പോഴാണ് ഇവരെ തടഞ്ഞതും തിരിച്ചയച്ചതും. ബേപ്പൂർ പഞ്ചായത്ത് പ്രസിഡന്റും CPM നേതാവുമായ BP ബീരാൻ കോയയോടുള്ള എതിർപ്പാണ് പ്രശ്നത്തിനിടയാക്കിയത് എന്നൊക്കെ പറഞ്ഞ് MLA-മാരായ കോടിയേരി ബാലകൃഷ്ണൻ, മത്തായി ചാക്കോ, TP രാമകൃഷ്ണൻ, PK ശ്രീമതി അടക്കമുള്ളവർ സംഘത്തിലുണ്ടായിരുന്നു. അങ്ങനെ മാറാട്ട് പോയ പിണറായി വിജയനെ തടഞ്ഞ് തിരിച്ചയക്കുകയായിരുന്നു അന്ന് മുഖ്യമന്ത്രി. ഇപ്പോൾ അവകാശപ്പെടുന്നത് പോലെ അത്ര ഈസി ആയിരുന്നില്ല കാര്യങ്ങൾ എന്നാണ് അതിൻ്റെ ചരിത്രം. അന്ന് ദ ഹിന്ദു റിപ്പോർട്ട് ചെയ്തത് CPM സ്റ്റേറ്റ് സെക്രട്ടറി പിണറായി വിജയൻ and other opposition leaders were compelled to return from village in the face of extreme hostility by men and women rallied under the അരയ സമാജം ബാനർ എന്നാണ് അന്ന് ഇംഗ്ലീഷ് പത്രങ്ങൾ റിപ്പോർട്ട് ചെയ്തത്. എന്തായാലും അത്ര വീരോചിതമായ കാര്യമല്ല അവിടെ ഉണ്ടായത്. മുഖ്യമന്ത്രി എ.കെ. ആന്റണിക്ക് അവിടെ പോകാൻ കോംപ്രമൈസ് വേണ്ടി വന്നെങ്കിൽ പിണറായി വിജയൻ അന്ന് പോയപ്പോൾ അവിടെ തടഞ്ഞു തിരിച്ചയക്കുകയാണ് ഉണ്ടായത്. അന്ന് ഇത് റിപ്പോർട്ട് ചെയ്ത MP സൂര്യദാസ് മാതൃഭൂമിയുടെ ലേഖകനായിരുന്നു അന്ന്. അദ്ദേഹം ഇപ്പോൾ ടെലിഫോൺ ലൈനിലുണ്ട്. ശ്രീ സൂര്യദാസ്, മുഖ്യമന്ത്രി മാറാട് സന്ദർശനത്തെക്കുറിച്ച് അന്ന് CPM സംസ്ഥാന സെക്രട്ടറി ആയിരുന്നപ്പോൾ നടത്തിയ സന്ദർശനത്തെക്കുറിച്ച് പറഞ്ഞതാണോ വസ്തുത? അല്ല, മുഖ്യമന്ത്രി ഇന്നത്തെ പത്രസമ്മേളനത്തിൽ പറഞ്ഞതിന്റെ ആദ്യ ഭാഗം, അതായത് അദ്ദേഹം അനുമതി വാങ്ങിയല്ല അവിടെ പോയത് എന്ന് പറഞ്ഞത് വസ്തുതാപരമായി ശരിയാണ്. പക്ഷേ അതിന്റെ 2-ാം ഭാഗത്തിൽ പറയുന്ന പോലെ അവിടെ ചെന്ന് അവരെ കണ്ട് സംസാരിച്ചു തിരിച്ചു വന്നു എന്ന് പറയുന്നത് ചെറിയ ഒരു പെശകുണ്ട്. കാരണം അദ്ദേഹം പോയപ്പോ ആദ്യത്തെ വീട് തന്നെ ബേപ്പൂരിൽ അന്ന് ഭയങ്കരമായ സംഘർഷാവസ്ഥയായിരുന്നു. ആര് വന്നാലും, അത് CPM മാത്രമല്ല
കോൺഗ്രസിന്റെയും അതുപോലെ മറ്റ് നേതാക്കൾ ഏത് പാർട്ടിയുടെ ആയാലും അങ്ങോട്ട് വന്നാൽ അവിടെ തടയുന്ന സ്ഥിതിവിശേഷം ഉണ്ടായിരുന്നു ആദ്യ ദിവസങ്ങളിൽ. അതുകൊണ്ട് തന്നെ പലർക്കും മുഖ്യമന്ത്രിക്ക് പോലും വന്ന് അങ്ങനെ എളുപ്പത്തിൽ അവിടെ പോകാൻ പറ്റിയിരുന്നില്ല. CPM സംസ്ഥാന സെക്രട്ടറി ആയിരുന്ന പിണറായി വിജയൻ അന്ന് അവിടേക്ക് പോയപ്പോ അവിടെ ആദ്യം ഒരു ദാസന്റെ വീട്ടിലാണ് പോകാൻ ശ്രമിച്ചത്. ആവിത്താൻ പുറായിൽ ദാസന്റെ വീട്. അപ്പൊ അവിടെ ചെന്നപ്പോ അവരുടെ വീട്ടിലെ സ്ത്രീകൾ ഉൾപ്പെടെയുള്ള ആളുകൾ പുറത്തിറങ്ങി ബഹളം വെച്ചു. നിങ്ങൾ ഇവിടെ വന്ന് ഞങ്ങളെ ജീവിക്കാനോ അതോ മരിക്കാനാണോ നിങ്ങൾ ഇങ്ങോട്ട് കടന്നു വരുന്നത്, എന്താണ് ഇവിടെ വരുന്നതിന്റെ ഉദ്ദേശം എന്നൊക്കെ പറഞ്ഞത് ഭയങ്കര ബഹളമായിരുന്നു. അപ്പം അതിനവർ കാരണമായി പറഞ്ഞത് അവിടുത്തെ ബേപ്പൂർ പഞ്ചായത്ത് പ്രസിഡന്റും CPM നേതാവുമായിരുന്ന PP ബീരാൻ കോയ, അദ്ദേഹം അന്ന് ഈ സംഘത്തോടൊപ്പം ഉണ്ടായിരുന്നു. അപ്പോൾ അദ്ദേഹം അന്നത്തെ അവിടെ പഞ്ചായത്ത് പ്രസിഡന്റ് ആയിരുന്നു. അപ്പൊ വെട്ടേറ്റ് വീട് കിടന്ന ഈ ദാസൻ അദ്ദേഹത്തെ ആശുപത്രിയിലേക്ക് കൊണ്ടുപോകാൻ വേണ്ടി അന്ന് പഞ്ചായത്ത് വക ഒരു ജീപ്പ് അതുവഴി വന്നപ്പോൾ പ്രവർത്തകർ കൈകാണിച്ച് നിർത്തിക്കാൻ ശ്രമിച്ചു. പക്ഷേ ഈ ജീപ്പ് നിർത്താതെ ഓടിപ്പോവുകയായിരുന്നുവെന്നും അതുകൊണ്ടാണ് രക്തം വാർന്നിട്ട് ഇദ്ദേഹം മരണപ്പെട്ടത് എന്നുമായിരുന്നു അന്ന് മാറാട് അരയ സമാജം സെക്രട്ടറി ആയിരുന്ന T സുരേഷിന്റെ ഒക്കെ ഒരു ആക്ഷേപം. ഇതൊക്കെ പറഞ്ഞുകൊണ്ടായിരുന്നു അന്ന് മുഖ്യമന്ത്രിയും ശ്രീ കോടിയേരി ബാലകൃഷ്ണൻ ഉൾപ്പെടെയുള്ള CPM സംഘം അവിടെ എത്തിയപ്പോൾ പിന്നെ അവരവിടെ തടഞ്ഞത്. അതിനുശേഷം മറ്റു വീടുകളിലൊന്നും പോകാൻ കഴിയാതെ വന്നപ്പോൾ ഈ CPM നേതൃത്വത്തിലുള്ള സംഘം അവിടുന്ന് മടങ്ങി പോവുകയാണ് ചെയ്തത്. അതാണ് നമ്മൾ അന്ന് മാതൃഭൂമിയിൽ റിപ്പോർട്ട് ചെയ്തത്.